എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പതിവിലും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നെതർലാൻഡിൽ നിന്നും തിരിച്ചു പോരുകയാണ്. അപ്പോൾ ആംസ്റ്റർഡാം ടു ബംഗളൂരു ഫ്ലൈറ്റ് യാത്രാവിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ 10:10 ഫ്ലൈറ്റ്. ഞങ്ങൾ വെളുപ്പിന് 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. അങ്ങനെ സമയത്ത് തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ലഗേജൊക്കെ വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യങ്ങൾ കുറച്ച് ഈസിയാണ്. വെയിറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റാണെങ്കിൽ അത് തന്നെ ഡോർ ക്ലോസ് ആവുകയും മുന്നോട്ട് പാസ്സാവുകയും ചെയ്യും. വെയിറ്റ് ശരിയില്ലെങ്കിൽ അത് ഡോറ് ക്ലോസ് ആകത്തില്ല. അങ്ങനെ ഞങ്ങളുടെ വെയിറ്റ് എല്ലാം ശരിയായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഈസിയായി. മക്കളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി സെക്യൂരിറ്റി ചെക്കും എമിഗ്രേഷനും എല്ലാം ആകണം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നും കൂടാതെ ആയി. മക്കൾ എന്നെ വിട്ടിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ കാണിച്ചു തന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ എയർ ഹോസ്റ്റേഴ്സ് നമ്മളെ സ്വാഗതമൊക്കെ ചെയ്ത് ആണ് അകത്തേക്ക് കയറ്റുന്നത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് വീഡിയോയൊക്കെ എടുത്തു. എല്ലാവരും കയറുന്നതിന് മുമ്പ് തന്നെ. എനിക്ക് മുന്നിൽ തന്നെയായിരുന്നു സീറ്റ്. ഇവിടെ 3 റോയിലാണ് സീറ്റുകൾ ഉള്ളത്. മിഡിൽ സീറ്റാണ് എനിക്ക് ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നന്നായിട്ട് പിടിക്കാനൊന്നും സാധിച്ചില്ല. എങ്കിലും പുറത്തെ കാഴ്ചകൾ കുറച്ച് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു ഫ്ലൈറ്റായിരുന്നു. ഇതിൻ്റെ ഒരു വിങ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എത്ര വലുതാണെന്ന് നോക്ക്. അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലോസായി. എല്ലാവരും ഇരുന്നു. എയർ ഹോസ്റ്റേഴ്സ് വന്ന് നിർദ്ദേശങ്ങളെല്ലാം തന്നു. ബെൽറ്റ് ഇടുവാനും അങ്ങനെയുള്ള സേഫ്റ്റി നിർദ്ദേശങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾ കയറിയിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്ലൈറ്റ് മൂവാകുന്നതിന് മുമ്പ് തന്നെ വേറെ ഫ്ലൈറ്റുകൾ പോകുന്നതൊക്കെ കാണാം. അങ്ങനെ കയറിയിരുന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ ഫ്ലൈറ്റും മൂവായി തുടങ്ങി. ആംസ്റ്റർഡാമിൽ നിന്നും ബംഗളൂരിലേക്കുള്ള ഈ യാത്ര 10 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. എയർ ഹോസ്റ്റേഴ്സ് വന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ സ്വസ്ഥാനങ്ങളിലെല്ലാം ഇരുന്നു. ഫ്ലൈറ്റ് മൂവ് ആകുമ്പോൾ കുറച്ച് ഷേക്കിംഗ് ഒക്കെ നമുക്ക് തോന്നും. എങ്കിലും പേടിയൊന്നും തോന്നിയില്ല. പുറമേത്തെ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പക്ഷേ മിഡിൽ സീറ്റ് ആയിരുന്നതുകൊണ്ട് അത്ര നന്നായിട്ടൊന്നും ഇതിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഫ്ലൈറ്റ് KLM റോയൽ ഡച്ച് എയർലൈൻസിൻ്റെ KL0879 ഫ്ലൈറ്റ് ആയിരുന്നു. Make sure your carry-on luggage is stowed before taxi, takeoff and landing. Small electronic devices may be used at all times when set to airplane mode and secured in your hand or pocket. 5 small charging. Charging of electronic devices is not allowed during taxiing, takeoff and landing. നീണ്ട 10 മണിക്കൂർ യാത്രയാണ് ഈ യാത്രയെങ്കിലും ബോറൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ലേഡിയും 3rd റോയിൽ ഒരു പുരുഷനും ഫ്ലൈറ്റ് യാത്ര തുടങ്ങി സംസാരിച്ചു തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഈ നീണ്ട 10 മണിക്കൂർ യാത്രയിൽ അവർ 10 മിനിറ്റ് പോലും സംസാരം നിർത്തിയിട്ടില്ല എന്ന്. അവരുടെ ഈ എനർജറ്റിക്കായ സംസാരം മറ്റുള്ളവർക്കും ഒരു ഉത്തേജനമായിരുന്നു. മടുപ്പൊന്നും തോന്നിയില്ല ഈ യാത്രയിൽ. എയർ ഹോസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾക്ക് ചായയും ജ്യൂസും അങ്ങനെ ഡ്രിങ്ക്സ് ഫുഡ് എല്ലാം അവർ നമുക്ക്
തരികയും നമുക്ക് വേണ്ട ഫുഡ് അവർ ഓർഡർ ചെയ്യാനുള്ള വ്യവസ്ഥകളുമെല്ലാം ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്തിരുന്നവരുടെ സംസാരം കണ്ടപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി ആ വാദം തെറ്റാണ് എന്ന്. കാരണം ആ സ്ത്രീ സംസാരിച്ച് മടുത്തിരുന്നു. എങ്കിലും ആ പുരുഷൻ സംസാരം നിർത്തിയതേയില്ല. അത്രയ്ക്കും ഉന്മേഷത്തോടെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് യാത്രയിലെ ഇടയ്ക്കിടെയുള്ള കാഴ്ചകൾ ആണ് ഞാൻ കാണിക്കുന്നത്. ഈ എയർപോർട്ടിൽ സത്യത്തിൽ സൈക്കിൾ സ്റ്റാൻഡിൽ സൈക്കിൾ നിർത്തിയിട്ടിരിക്കുന്നത് പോലെയാണ് ഒരുപാട് ഫ്ലൈറ്റുകൾ കിടപ്പുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആയിട്ടാണ് മൂവായി തുടങ്ങുന്നത്. പിന്നീട് സ്പീഡ് കൂടിക്കൂടി വരികയാണ്. ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് ഒരനക്കവും മനസ്സിലാകുന്നില്ല. നമ്മൾ സോഫയിലോ കസാരയിലോ ഇരുന്ന പോലുള്ള ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ അനൗൺസ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മുഴുവൻ കാഴ്ചകൾ എനിക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും മറ്റുള്ളവർക്ക് അടുത്തിരിക്കുന്നവർക്ക് ശല്യമാകാത്ത രീതിയിൽ കുറച്ച് പുറം കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. നീലാകാശവും മേഘങ്ങളുമെല്ലാം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാത്ത നല്ലൊരു യാത്ര തന്നെയായിരുന്നു അത്. ഇടയ്ക്കിടെ സ്ക്രീനിൽ നാം എവിടെ ഫ്ലൈറ്റ് യാത്ര എവിടം വരെ എത്തിയിരിക്കുന്നു, എത്ര ഉയരത്തിലാണ് എന്നൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുന്നുകളും മലകളും പോലെയെല്ലാമാണ് ഈ മേഘങ്ങളെല്ലാം നമ്മൾക്ക് കാണുന്നത്. ഒടുവിൽ ബാംഗ്ലൂർ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൈമിങ്സ് എല്ലാം ലാൻഡാകാനുള്ള ടൈമിങ്സ് എല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം കാണിച്ച ടൈമിങ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ലേറ്റായിട്ട് തന്നെയാണ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു എന്തോ കാലാവസ്ഥ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ലേറ്റാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അനൗൺസ്മെൻറ്റുകളെല്ലാം നടക്കുന്നുണ്ട്. ലാൻഡാകുന്ന സമയത്തും വീണ്ടും എയറോസ്റ്റേഴ്സ് നമ്മളെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നു. എല്ലാവരും ബെൽറ്റ് ഇട്ടോ എന്നവർ ചെക്ക് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഈ യാത്ര നമുക്ക് ബാംഗ്ലൂരിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് സമയങ്ങൾ കൂടി ആദ്യം കാണിച്ചത്. Gentlemen, from the flight deck, the captain. Unfortunately, we're a bit behind schedule, and wanted to explain why that is. It looked like we were going to arrive early, 50 minutes ahead of schedule. Dames en heren, heeft het wellicht al begrepen, maar we zijn wat later geland dan verwacht. We gaan nu naar schema aankomen, helaas. De reden was, toen we aankwamen, zag er nog naar uit dat we een kwartier voor schema zouden landen, maar het was bijzonder druk. Dus het lag
regenbui, onweersbui precies boven het veld. Dat maakte het extra druk. De verkeersleiding besloot ook op het laatste moment vanwege die bui en de wind om de baancombinaties om te gooien. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡായി. രാത്രി ഇന്ത്യൻ സമയം 11:10 ആണ്. എല്ലാവരും ഇറങ്ങുവാനുള്ള തിരക്കിലാണ്. ഫ്ലൈറ്റിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകൾ കൂടി പുറത്തെ കാഴ്ചകളും ഞാൻ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ യാത്രയിൽ ഒരാപത്തും കൂടാതെ കാത്തു പരിപാലിച്ച നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാനും പുറത്തിറങ്ങുമ്പോഴും നമ്മൾക്ക് താങ്ക്സ് എല്ലാം പറഞ്ഞാണ് അവർ നമ്മെ യാത്രയാക്കുന്നത്. ഇനി എമിഗ്രേഷൻ ആകണം, ലഗേജൊക്കെ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാംഗ്ലൂർ എയർപോർട്ട് വളരെ മനോഹരമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങി വന്ന ആ ഭാഗത്തുള്ള മനോഹരമായ കാഴ്ചകൾ കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ലഗേജ് എടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഭർത്താവും മോനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലഗേജ് എടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആകാശത്തു കൂടി പറക്കുന്ന ഈ വിമാനം എത്രമാത്രം വെയിറ്റ് ചുമന്നാണ് പോകുന്നത് എന്ന്. കാരണം ഓരോരുത്തർക്കും 2-3 സൂട്ട് കേസുകൾ വീതമാണ് ഉള്ളത്. അങ്ങനെ അതെല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി. ഭർത്താവിനോടും മകനോടുമൊപ്പം വീട്ടിലേക്ക് യാത്രയായി. ഈ വീഡിയോ അത്ര മനോഹരമായിട്ടൊന്നും പിടിക്കുവാനായിട്ട് സാധിച്ചില്ല, കാരണം ഫ്ലൈറ്റിലായിരുന്നത് കൊണ്ട്. എങ്കിലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.